ഐഡിയ ഫാമേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 33 ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു നാച്ചുറൽ ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പല ഫാമേഴ്സിനും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ ഫാം ചെയ്യുമ്പോൾ ആ ഒരു ഫാമിൽ കഴിയുന്ന ബേഡ്സിന് മാക്സിമം നല്ല ഫ്രഷ് എയർ കിട്ടുക. അപ്പോൾ ഫ്രഷ് എയർ കിട്ടാൻ നമുക്കറിയാം എന്തായാലും നമ്മൾ ഫാം തുറസായ സ്ഥലത്തായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. എന്നാലും നമ്മൾ ഫാമിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ കാസ്റ്റവും കാര്യങ്ങളും ഡെയിലി എടുത്തു മാറ്റുന്നില്ല. നമ്മളൊരു ബാച്ച് പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് എടുത്തു മാറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അമോണിയയുടെ സാന്നിധ്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു അമോണിയയുടെ സാന്നിധ്യം കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ അവിടെ ദുർഗന്ധം ഇല്ലാത്ത രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്നതിനും തടഞ്ഞു നിർത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്ത വീടൊക്കെ ഉണ്ട്, അവർക്കും ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താണ് ഈ ഒരു നാച്ചുറൽ ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്